നിന്റെ ഫേസ് കണ്ടപ്പോഴേ പേടിച്ചു പോലെ. അപ്പൊ അവരതാണ് കുറച്ചുകൂടി നിന്നെ സപ്പോർട്ടായിട്ട്. എനിക്കറിയില്ലേ ആയിട്ടില്ലേ ശോഭ ശരി ഞാനൊക്കെ എന്ത് കഴിഞ്ഞു നീ മെട്രോയിൽ ഇറങ്ങാറുണ്ട്. മെട്രോയിൽ പോക്ക് ഭയങ്കര പാടാണ്. ചൂടത്ത് ഒരു ഞാൻ ഇവിടെ വന്നിട്ടേ ഒരു ലോൺ എടുത്ത സമയത്തുണ്ടല്ലോ, ആ സമയത്ത് ഇവിടെ 4 ലക്ഷം ദിർഹംസിന് അസിസി സ്റ്റുഡിയോ ഫ്ലാറ്റ് കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ ഇതായിട്ട് 4 ലക്ഷം ദിർഹംസ് നമുക്ക് മേടിക്കായിരുന്നു. അന്ന് നമ്മൾ ആ ലോൺ എടുത്തിട്ടാണ് അത് 15 വർഷം 20 വർഷം ലോൺ കിട്ടും. ഒരു മാസം 4000 ദിർഹംസിൻ്റെ അടുത്ത് അടവുണ്ടായിരുന്നുള്ളൂ. അന്നത് വാങ്ങിച്ചിട്ട് റെന്റിന് കൊടുത്താൽ തന്നെ കിട്ടുമായിരുന്നു 4000 ദിർഹംസ് വെച്ചിട്ട് മാസം. അപ്പം അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1 മില്യൺ കിട്ടിയത്. അത്ര നാളത്തെ റെന്റും കിട്ടിയാൽ 1 മില്യൺ അപ്രോക്സിമേറ്റ് കിട്ടിയാൽ. അതല്ല ഇവിടെ ആൾക്കാർ ഇപ്പം ഇതിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണത്. ഭയങ്കര ഇഷ്ടം ആൾക്കാർ നന്നായിട്ട് ഇപ്പം വീട്ടിൽ മേടിച്ചിടുന്നതല്ലേ ഇവിടെ. നമ്മുടെ നാട്ടിലൊരു സമയത്ത് ഭയങ്കര ബൂമിങ് ഉണ്ടായിരുന്നില്ല റിയൽ എസ്റ്റേറ്റ്. അതുപോലെ ബൂമിങ് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ്. ഇഷ്ടംപോലെ ആൾക്കാരെ മേടിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിട്ട്. നാട്ടിൽ ഒരു ഫ്ലാറ്റ് മേടിക്കാനായിട്ട് 2 കോടിയൊക്കെ മറ്റേ കൊച്ചിയിൽ കൊടുക്കുന്നുണ്ട്. 2 കോടി എന്ന് പറഞ്ഞിട്ട് ഏകദേശം 1 മില്യണായി. 1 ലക്ഷം മറ്റേ 10 ലക്ഷം ദിർഹംസായി. നീ ഓടിച്ചടാ. അല്ല നാണക്കേട് വിചാരിക്കണ്ട. നിന്റെ കുട്ടല്ലോ ബാക്കിൽ എന്ത് ചെയ്യാനും വണ്ടി വേറെ ഇല്ലെങ്കിൽ നമ്മള് അത്ര നാള് എന്ത് ചെയ്യാൻ പറ്റും. നീ വേണമെങ്കിൽ ഓടിച്ചിടന്നുട്ടാ. ഇതിലൊന്നും നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ എനിക്കുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ പ്രശ്നമില്ല. നീ നാളെ കഴിഞ്ഞിട്ട് കൊണ്ടിട്ടാ മതി. തരാനാണെങ്കിൽ നാളെ നിങ്ങൾ നീന്തല് സ്വിമ്മിങ് ക്ലാസ് കഴിഞ്ഞിട്ട് കൊണ്ടിട്ടാ മതി. നാളെ സ്വിമ്മിങ് ക്ലാസ് കഴിഞ്ഞിട്ട് കൊണ്ടിട്ടാ മതി. ഞാനാണെങ്കിലേ ആ അപ്പം അതിനാണെങ്കിൽ നാളെ അയാളുണ്ടാവും. അവനുണ്ടാവും. പാർക്ക് ചെയ്തോളും എവിടെയെങ്കിലും കൃത്യമായിട്ട്. ആ സാധനം ചളങ്ങിയിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പതുക്കാനെ കൈ കൊണ്ട് നിർത്താം. പോലീസ് കേസ് രജിസ്റ്റർ ഓടിക്കാം. അവളുടെ നാളത്തെ ലാസ്റ്റ് ക്ലാസ് ക്ലാസ് ബൈക്കിലോട്ട് ഇനിയും 2 ഉണ്ട് 3 ഉണ്ട്. ഇല്ല 2 ഉണ്ട് അവിടെ. അതാ പറഞ്ഞ നാളെ കൊണ്ടുവന്നിട്ടാ മതി വണ്ടി. ഞാൻ അവനോട് വിളിച്ച് പറയും നാളെ വരാന്ന് പറ. ആ അതിൻ്റെ കുഴപ്പം ഇവിടെ ഇപ്പം കണ്ടാലും ഇപ്പം ആരാ കാണണം. നമ്മളെല്ലാവരും കാണാൻ അറിയുന്ന ആൾക്കാരൊന്നും നല്ലല്ലോ. ആ ഓഫീസിൽ കയറണ്ടെന്ന് നോക്കിയാ. റോഡ്
എത്ര ആൾക്കാരുണ്ട് ബമ്പർ പൊടിഞ്ഞു കൊടുക്കും. പിന്നല്ല നമ്മൾക്ക് മറ്റുള്ളവരെന്ന് വിചാരിക്കുന്നുള്ളത് മാത്രം മനസ്സിൽ നിന്ന് മാറ്റിയാൽ മതി. അത് പ്രശ്നമില്ല. ഇതിന്റെ മെയിൻ പേടി പറ്റിപ്പിട്ട് നമുക്ക് സംഭവം കിട്ടുന്നത് വളരെ വാപ്പണ്ട് ഇവിടെ വിടൂല. അതെ അവര് നീ പറഞ്ഞത് അവരൊന്ന് വിളിച്ച് സപ്പോർട്ട് ചോദിച്ചാൽ അവരെന്താ റെഡി. ഒക്കെ